മമതാ ബാനർജി വെന്റിലേറ്ററിലാണ്. സത്യത്തിൽ മമത ഒരിക്കൽ പോലും ഈ ഒരു ദിവസം സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടാകില്ല. പക്ഷേ ഇതേ ദിവസം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി സ്വപ്നം കാണുന്ന ഒരാളുണ്ടായിരുന്നു, നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെയാണ് സാക്ഷാൽ നരേന്ദ്രമോദി നേരിട്ടെത്തി സത്യപ്രതിജ്ഞയ്ക്ക് പങ്കെടുക്കുന്നത്. പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ പുതിയ ചരിത്രം കുറിച്ച് BJP നേതാവ് സുവേന്ദു അധികാരി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കൊൽക്കത്തയിലെ ചരിത്ര പ്രസിദ്ധമായ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ ശനിയാഴ്ച രാവിലെ, അതായത് ഇന്ന് രാവിലെ 11 മണിക്ക് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഗവർണർ RN രവി അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഈശ്വരനാമത്തിൽ സുവേന്ദു സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ സാക്ഷ്യം വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ ദേശീയ നേതാക്കളും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും എത്തിയിരുന്നു. പശ്ചിമ ബംഗാളിൽ BJP അധികാരത്തിലെത്തുന്ന ആദ്യ സന്ദർഭം എന്ന നിലയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ബ്രിഗേഡ് ഗ്രൗണ്ടിൽ ആവേശത്തോടുകൂടി തടിച്ചുകൂടിയത്. സുവേന്ദുവിനൊപ്പം അഗ്നിമിത്ര പോൾ, അതുപോലെ തന്നെ നിസിദ് പ്രമാണിക്, ദിലീപ് ഘോഷ് ഉൾപ്പെടെയുള്ള 6 പ്രമുഖ നേതാക്കളും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മവാർഷിക ദിനമായ മെയ് 9, അതായത് ഇന്ന് തന്നെ സത്യപ്രതിജ്ഞയ്ക്കായി തെരഞ്ഞെടുത്തത് BJPയുടെ സാംസ്കാരിക നിലപാടുകളുടെ കൂടി സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. ബംഗാളിലെ BJPയുടെ പോരാട്ട വീര്യത്തിന്റെ പര്യായമായി മാറിയ സുവേന്ദു അധികാരി മമതാ ബാനർജിയുടെ തട്ടകമായ ഭവനാപുരിയിൽ അവരെ 15,000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയത്. 294 അംഗ നിയമസഭയിൽ 207 സീറ്റുകൾ നേടിയാണ് BJP വൻ വിജയം കൊയ്തത്. 1970-ൽ പൂർബ ബേദിനിപൂരിലെ കാന്തിയിൽ പ്രമുഖ രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ച സുവേന്ദുവിന് ഇപ്പോൾ 55 വയസ്സാണ് പ്രായം. പിതാവ് ശിശിർ അധികാരി UPA സർക്കാരിൽ കേന്ദ്രമന്ത്രിയായും തൃണമൂലിന്റെ മുതിർന്ന നേതാവായും പ്രവർത്തിച്ച വ്യക്തിയാണ്. 1995-ൽ കോൺഗ്രസ് ടിക്കറ്റിൽ കാന്തി നഗരസഭാ അംഗമായാണ് സുവേന്ദു തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. പിന്നീട് 98-ൽ തൃണമൂൽ കോൺഗ്രസ് രൂപീകരണത്തോടെ പിതാവിനൊപ്പം മമതയുടെ പാളയത്തിലെത്തിയ അദ്ദേഹം വളരെ വേഗം പാർട്ടിയുടെ കരുത്തനായ നേതാവായി മാറി. മമതാ ബാനർജിയുടെ രാഷ്ട്രീയ വളർച്ചയിൽ നിർണായകമായ 2007 നന്ദിഗ്രാം ഭൂമി ഏറ്റെടുക്കൽ വിരുദ്ധ സമരത്തിന്റെ ബുദ്ധികേന്ദ്രവും പ്രധാന സംഘാടകനും സുവേന്ദു അധികാരി തന്നെയാണ്. ഇടത് കോട്ടയായിരുന്ന മേദിനിപൂർ മേഖലയിൽ തൃണമൂലിനെ വേരോട്ടമുള്ളതാക്കിയതിൽ അധികാരി കുടുംബത്തിന് വലിയ പങ്കുണ്ട്. 2009-ലും 2014-ലും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം 2016-ൽ സംസ്ഥാന മന്ത്രിസഭയിൽ ഗതാഗത ജലസേചന വകുപ്പ് മന്ത്രിയായി. ഒരു കാലത്ത് മമതയുടെ ഏറ്റവും വിശ്വസ്തനായ വലങ്കൈ ആയിരുന്നു സുവേന്ദു. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങളെ തുടർന്നാണ് TMC വിട്ടത്. മമതയുടെ അനന്തരവൻ അഭിഷേക് ബാനർജി പാർട്ടിയിൽ പിടിമുറുക്കിയതും കുടുംബവാഴ്ച രാഷ്ട്രീയവും സുവേന്ദുവിനെ അതൃപ്തനാക്കിയിരുന്നു. ഇതേ തുടർന്ന് 2020 ഡിസംബറിൽ അമിത്ഷായുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം BJPയിൽ ചേർന്നു. BJPയിൽ ചേർന്നതിന് പിന്നാലെ തീവ്ര ഹിന്ദുത്വ നിലപാടുകളിലൂടെയും അടിക്ക് തിരിച്ചടി എന്ന ശൈലിയിലൂടെയും സുവേന്ദു പെട്ടെന്ന് ജനശ്രദ്ധ നേടി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ വെച്ച് മമതാ ബാനർജിയെ നേരിട്ട് തോൽപ്പിച്ച് അദ്ദേഹം തന്റെ കരുത്ത് തെളിയിച്ചു. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായതോടുകൂടി മമത സുവേന്ദു പോര് പുതിയ തലങ്ങളിലെത്തി. ഇത്തവണ ഭവാനിപുരിയിൽ മമതയെ അവരുടെ കോട്ടയിൽ തന്നെ വീഴ്ത്തിയതോടുകൂടി സുവേന്ദു BJPയുടെ അനിഷേധ്യ നേതാവായി മാറി. തന്റെ മുൻ നേതാവിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണമെന്ന ശപഥം നിറവേറ്റിയ സുവേന്ദുവിനെ മുഖ്യമന്ത്രി സ്ഥാനമാണ് BJP പ്രതിഫലമായി നൽകിയത്. തൃണമൂൽ കോൺഗ്രസിന്റെ എല്ലാ രാഷ്ട്രീയ തന്ത്രങ്ങളും നേരിട്ട് അറിയാവുന്ന സുവേന്ദു മുഖ്യമന്ത്രിയാകുമ്പോൾ ബംഗാൾ രാഷ്ട്രീയം ഇനി വലിയ മാറ്റങ്ങൾക്കാകും സാക്ഷ്യം വഹിക്കുക.